നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. 3 വയസ്സുകാരി 150 അടിയോളം താഴ്ചയുള്ള കുഴൽ കിണറിൽ വീണിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രാർത്ഥനയോടെ. രാജസ്ഥാനിലാണ് സംഭവം. രാജസ്ഥാനിൽ കുഴൽ കിണറിൽ വീണ 3 വയസ്സുകാരിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രാജസ്ഥാനിലെ ബഹ്റോർ ജില്ലയിലെ സറുന്ദിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ചയായിരുന്നു 3 വയസ്സുകാരിയായ ചേതന കുഴൽ കിണറിൽ വീണത്. അച്ഛനൊപ്പം കൃഷിയിടത്തിലെത്തിയതായിരുന്നു ചേതന. ഇവിടെ കളിക്കുന്നതിനിടെ തുറന്നിരിക്കുകയായിരുന്ന കുഴൽ കിണറിലേക്ക് വീഴുകയായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. കുട്ടി എത്രയും വേഗം പുറത്തെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് രക്ഷാപ്രവർത്തകർ അറിയിക്കുകയുണ്ടായി. രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ച് മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് രാജസ്ഥാനിലെ കുഴൽക്കിണറിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ചത്. ഈ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുന്നെയാണ് വീണ്ടും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യം പ്രാർത്ഥനയോടെ ആ കുട്ടിയെ സുരക്ഷിതയായി പുറത്തെത്തിക്കുക എന്ന ഒരു നിമിഷത്തിലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ്. രാജസ്ഥാനിലെ ദൗസയിലായിരുന്നു 5 വയസ്സുകാരൻ അപകടത്തിൽപ്പെട്ടത്. 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീണ കുട്ടിയെ 3 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുറത്തെത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു. താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാനിലെ ദൗസയിൽ കാളിഗാദ് ഗ്രാമത്തിലെ ആര്യനാണ് മരിച്ചത്. കുഴൽക്കിണറിൽ വീണ കുട്ടി അബോധാവസ്ഥയിലായി. ഇതോടെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. 55 മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനം. അതിനൊടുവിലായിരുന്നു കുട്ടിയെ പുറത്തെടുക്കാൻ സാധിച്ചത്. 155 അടി ആഴത്തിലും 4 അടി വീതിയിലും തുരങ്കം നിർമ്മിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. തിങ്കളാഴ്ച വൈകിട്ട് 3:00-ഓടെയാണ് കാളിഗാദ് ഗ്രാമത്തിലെ കൃഷിയിടത്തിലെ കുഴൽക്കിണറിൽ ആര്യൻ വീണത്. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് കുട്ടി അപകടത്തിൽപ്പെട്ടത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സിവിൽ ഡിഫൻസ് ടീമുകളും ചേർന്നുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് കുട്ടിയെ പുറത്തെടുക്കാൻ സാധിച്ചത്. മാത്രമല്ല, കുഴൽക്കിണറിൽ വീണ കുട്ടി മരിച്ചിട്ട് 36 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തെടുത്തത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുകയുണ്ടായി. വെള്ളമുള്ള കുഴൽക്കിണറിൽ തല കീഴായിരിക്കാം 5 വയസ്സുകാരൻ വീണതെന്നാണ് നിരീക്ഷണം. കാളിഗാദ് ഗ്രാമത്തിലെ പാടശേഖരത്തിന് സമീപം കളിക്കുന്നതിനിടെയാണ് 5 വയസ്സുകാരൻ ആര്യൻ കുഴൽക്കിണറിൽ വീണത്. കുട്ടി കുഴൽക്കിണറിൽ വീണെന്ന് വ്യക്തമായ 1 മണിക്കൂറിനുള്ളിൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം 55 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. കുട്ടി വീണ കുഴൽക്കിണറിന് സമാന്തരമായി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് മറ്റൊരു കുഴി കുഴിച്ച് 5 വയസ്സുകാരനെ പുറത്തെത്തിക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.